ഓക്കെ, ഫൈനലി നത്തിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നത്തിങ് ഫോൺ 2A കമ്മ്യൂണിറ്റി എഡിഷൻ. നമ്മുടെ സാംസങ്ങിൻ്റെ ഒക്കെ ഫാൻസ് എഡിഷൻ എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിറ്റി എഡിഷനാണ് നത്തിങ്ങിൻ്റെ ഈ ഒരു ഫോണ്. അപ്പോൾ കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മാത്രമല്ല, നത്തിങ് ഇറക്കുന്ന എല്ലാ ഫോണും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫോണുകളാണ്, യൂണീക്കായിട്ടുള്ള ഡിസൈനും യൂണീക്കായിട്ടുള്ള ഫോണുകളാണ്. എന്നാൽ ഈ ഒരു ഫോണും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ വളരെയധികം പ്രത്യേകതകൾ ഉൾക്കൊണ്ടിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ 2A കമ്മ്യൂണിറ്റി എഡിഷൻ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഒരു 45 രാജ്യത്തിലുള്ള ഒരുപാട് നത്തിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി ഉള്ള ഒരു 4 പേരും അതോടൊപ്പം തന്നെ നത്തിങ്ങിൻ്റെ ഡിസൈനേഴ്സും കൂടിയിട്ട് ഡിസൈൻ ചെയ്തൊരു ഡിവൈസാണ് നത്തിങ് ഫോൺ 2A കമ്മ്യൂണിറ്റി എഡിഷൻ. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറയാൻ കാരണം. അതോടൊപ്പം തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നത്തിങ് ഇറക്കുന്ന എല്ലാ ഫോണുകളിലും ഗ്ലിഫ് ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ ഗ്ലിഫ് ലൈറ്റിംഗ് മാത്രമല്ല, ഈ ഒരു ഫോണിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ലൈറ്റിംഗ് ആണ്. നമുക്കറിയാം, ഈ ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടതാണ്, നിങ്ങൾ ഇൻട്രോയിലൊക്കെ കണ്ടതാണ്. വളരെ നല്ലൊരു ഗ്രീൻ ലൈറ്റിംഗ് ആണ്. ഗ്രീൻ ലൈറ്റിംഗ് ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിവൈസിൽ നിന്ന് ചാർജ് എടുക്കുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നത്തിങ്ങിൻ്റെ ഈ ഒരു ഫോണ് ഇപ്പോൾ മുമ്പ് ലോഞ്ച് ചെയ്ത ഫോണുകളിലൊക്കെ ഗ്ലിഫ് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഗ്ലിഫ് ലൈറ്റിംഗ് കത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്തിരുന്നു. എന്നാൽ ഈ ഒരു ഫോണ് ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുന്നില്ല. ജസ്റ്റ് ലൈറ്റിംഗ് ഒക്കെ ഇതിൽ രാത്രിയൊക്കെ തിളങ്ങുന്ന രൂപത്തിലുള്ള ഒരു ഗ്ലോയിങ് എഫക്റ്റാണ്, ഒരു ഗ്രീൻ ഗ്ലോയിങ് എഫക്റ്റാണ് ഈ ഒരു ഫോണിലുള്ളത്, ഈ ഫോണിൻ്റെ പുറത്തുള്ളത്. ഈ ഫോണിൽ മാത്രമല്ല ഗ്ലോയിങ് ഒക്കെ ഉള്ളത്. നമ്മൾ ഇപ്പോൾ ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോക്സിലും കൂടി നല്ല ഗ്ലോയിങ്ങും നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു ലൈറ്റിംഗ് കാര്യങ്ങളുണ്ട്. സത്യത്തിലൊരു പച്ച ലൈറ്റിംഗ് ആണ് കൂടുതലും ഈ ഒരു നത്തിങ് ഫോൺ 2A കമ്മ്യൂണിറ്റി എഡിഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗ്രീൻ ലൈറ്റിംഗ് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫോണിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും മാത്രമല്ല പറയേണ്ടത്, അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൂടി പറയണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും സ്പെക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഫോണിൻ്റെ ബോഡി വളരെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഫോണിൻ്റെ വാൾപേപ്പറും ബോഡിയുടെ അതേപോലെ തന്നെയാണ്. നമ്മുടെ ഈ ഫോണിൻ്റെ ഡിസൈൻ അനുസരിച്ച് തന്നെയാണ് ഇതിലുള്ള വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത്. വളരെ യുണീക്കായിട്ടുള്ള വളരെ നല്ല ഡിസൈൻ ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാനായിട്ട് സാധിക്കും, ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നത്തിങ് ഫോൺ ഇറങ്ങിയ മുതൽ ഇതുവരെ നല്ല ക്യാമറ ക്വാളിറ്റി നത്തിങ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഐഫോൺ ലൈക്ക് ഫോട്ടോസ്, ഐഫോൺ എന്ന് പറയുന്നില്ല, എന്തായാലും അതോടൊപ്പം ഒക്കെ തോന്നുന്ന ഒരു നല്ല ഫോട്ടോസ്, നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫോട്ടോസൊക്കെ ആയിരുന്നു നത്തിങ് തന്നിരുന്നത്. എന്നാൽ ഇവിടെയും നത്തിങ് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നത്തിങ് ഇവിടെ തരുന്നുണ്ട്. നല്ല ക്യാമറ ക്വാളിറ്റി നത്തിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യം. 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നത്തിങ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാമറ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പിൾസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല യുണീക്കായിട്ടുള്ള നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളും നത്തിങ് തരുന്നുണ്ട് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും നമ്മുടെ ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ നല്ല ബ്രൈറ്റ്നസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫോണിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ 7350 Pro എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഉള്ളത്. നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഈ ഒരു ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. 5000 mAh വരുന്നൊരു ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത്. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പീക്കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. IP54 വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഇറങ്ങിയ നത്തിങ് ഫോൺ 2A എന്നുള്ള ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. ജസ്റ്റ് ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിലുള്ള ഗ്ലോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ, ഒരു സ്പെഷ്യൽ എഡിഷൻ സ്മാർട്ട് ഫോണാണ് എന്ന് പറയാം. സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നത്തിങ് 2A പോലെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.